എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. നീറ്റ് പരീക്ഷ നമുക്കറിയാം, ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു നീറ്റ് പരീക്ഷയാണ്. നമ്മുടെ മക്കള് ഇന്നലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഉള്ള പരീക്ഷ എഴുതി കഴിഞ്ഞ് പല കുട്ടികളും കരച്ചിലായിരുന്നു. കാരണം അവരത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു. കഴിഞ്ഞ വർഷം 2024 എല്ലാ തരത്തിലുള്ള ഒരു പേപ്പറുകളും ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ബാലി കയറ മല പോലെ വളരെ ടഫായി എന്നാണ് പലരും പറഞ്ഞത്. കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോ 1 മണിക്കൂർ ഫസ്റ്റ് 1 അവർ കഴിഞ്ഞിട്ട് പോലും ബയോളജി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള റീസൺ ആണ് പറഞ്ഞത്. ഫിസിക്സ് അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിന് ടൈം വളരെയധികം എടുത്തു. മോഡറേറ്റ് ആയിട്ട് പറയാനുള്ള വിഷയം കെമിസ്ട്രി ആണ് എന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം വന്നിട്ടുള്ളത്. നമ്മൾ 2018 വെച്ചിട്ടാണ് സാധാരണയായിട്ട് ഈ 2025 എന്ന് പറയുന്ന നീറ്റ് പരീക്ഷേനെ കമ്പയർ ചെയ്യാം. അതിന് പല റീസൺസ് ഉണ്ട്. ഇതുവരെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് 2018 കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ ഡാറ്റ നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 664 മാർക്ക് ജസ് മരിയ ബെന്നി എന്ന് പറയുന്ന കുട്ടിക്കായിരുന്നു കിട്ടിയത്. ആർക്കും 700-ൽ കൂടുതൽ മാർക്ക് എന്നുള്ള മാർക്ക് മലയാളികൾക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ അന്ന് സെക്കൻഡ് റാങ്ക് കിട്ടിയത് 657 മാർക്കാണ് സംറീൻ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിക്ക്. അതേപോലെ 3-ാം റാങ്ക് സെബ, ആ കുട്ടിക്ക് 655 മാർക്കാണ് കിട്ടിയത്. അപ്പൊ ഈവൻ നമ്മള് ഒരു അടിയിലത്തെ റാങ്കുകൾ നോക്കുകയാണെങ്കിൽ 10-ാമത്തെ റാങ്ക് 650 മാർക്ക്, 20-ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് 642. ഇനി വേണ്ട 100-ാമത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ തന്നെ 616 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഏകദേശം 250-ാമത്തെ റാങ്ക് വരെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 598. അപ്പൊ ഏകദേശം അന്ന് 600 മാർക്ക് കിട്ടിയ കുട്ടിയായിരുന്നു ഒരു നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് എന്ന് അറിയപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിലായിരുന്നു അന്നത്തേക്കും എക്സാമിന്റെ ഒരു റിസൾട്ട് നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞ. അപ്പം ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ JEE മെയിൻസ് എഴുതിയ കുട്ടി, ആ കുട്ടി തന്നെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീറ്റിന്റെ ഫിസിക്സ് എന്ന് പറയുന്നതാണ് JEE മെയിൻസിന്റെ ഫിസിക്സിനേക്കാൾ ടഫ് ആയിട്ടുള്ളത് എന്ന്. എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് വരെ JEEക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാച്ച്, അതുപോലെ നീറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാച്ച് എന്നുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് മാറി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ JEEക്ക് വരുന്ന ആ ലെവല് ക്വസ്റ്റ്യൻസ് തന്നെ ഒരു ലെവൽ 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നീറ്റിനും ചോദിച്ച് തുടങ്ങി എന്നുള്ളത് ഇതിലെ ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2018 എക്സാമിന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങള്.